സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി എസ്എഫ്ഐ ആണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എസ്എഫ്ഐക്ക് മുഖ്യമന്ത്രി നൽകുന്നത് പൂർണ്ണ പിന്തുണ. ലഹരി വ്യാപനം അവസാനിപ്പിക്കണമെങ്കിൽ എസ്എഫ്ഐയെ പിരിച്ചുവിടണമെന്നും ചെന്നിത്തല. മലയോര ഹൈവേ പട്ടിക്കാട് വിലങ്ങന്നൂർ റീച്ച് നാടിന് സമർപ്പിച്ചു. നാടിന്റെ ചിത്രം മാറ്റുന്ന പദ്ധതികളാണ് സർക്കാരിന്റെ മുന്നിലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. മലപ്പുറം സ്വദേശി അച്യുതൻ നമ്പൂതിരി പുതിയ ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി. പൂർവികന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമാണ് തന്നെ തേടിയെത്തിയതെന്ന് നിയുക്ത മേൽശാന്തി അച്യുതൻ നമ്പൂതിരി. കെ രാധാകൃഷ്ണൻ എം.പിക്കെതിരെയുള്ള ഇഡിയുടെ നോട്ടീസ് ബിജെപിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് സിപിഎം. ഇഡിയുടെ നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും സിപിഎം. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്കിടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് 1,09,00,000 രൂപയുടെ ലഹരി വസ്തുക്കൾ. 1.5 കിലോയോളം കഞ്ചാവുമായി കയ്പമംഗലത്ത് ബീഹാർ സ്വദേശികൾ പിടിയിൽ. കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പ്രദേശവാസി ധനേഷിന്റെ വളർത്തുനായയെ പുലി പിടിച്ചതായി സംശയം. സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി എസ്എഫ്ഐ എന്ന് രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വ്യാപനം അവസാനിപ്പിക്കണമെങ്കിൽ എസ്എഫ്ഐയെ അടിയന്തരമായി പിരിച്ചുവിടുകയാണ് വേണ്ടത്. 9 വർഷം ഭരിച്ച മുഖ്യമന്ത്രിക്ക് മയക്കുമരുന്നിനെതിരെ ഒന്നും ചെയ്യാനായില്ല. എസ്എഫ്ഐക്ക് മുഖ്യമന്ത്രി പൂർണ്ണ പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. എസ്എഫ്ഐ എന്ന സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ തടയാൻ സിപിഎം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സിദ്ധാർത്ഥന്റെ കൊലപാതകവും കോട്ടയം റാഗിംഗും നടത്തിയത് എസ്എഫ്ഐ ആണ്. എസ്എഫ്ഐ മയക്കുമരുന്ന് മാഫിയയായി പ്രവർത്തിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിന്റെ പ്രധാന ഉത്തരവാദി എസ്എഫ്ഐ ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ എസ്എഫ്ഐ പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നത്. എസ്എഫ്ഐ സമ്മേളനത്തിൽ വെച്ച് നിങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിയാണ്. 9 വർഷമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയെ അമർച്ച ചെയ്യാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്ത് നടപടി സ്വീകരിച്ചു? ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കുമോ? കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ്. ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ, ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. ലഹരി മാഫിയ സംഘത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാർ ഉണരണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിമുക്ത ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. INTUC നേതാക്കളായ VM ഷംസുദ്ദീൻ, സുരേഷ് മാംപറമ്പിൽ, MT ജോസ്, AR രവീന്ദ്രൻ, PJ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ജില്ലയിലെ ആദ്യ മലയോര ഹൈവേ പട്ടിക്കാട് വിലങ്ങന്നൂർ റീച്ചിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മലയോര ഹൈവേയുടെ 793 കിലോമീറ്റർ വരുന്ന 250 കിലോമീറ്റർ റോഡ് 2025ഓടെ പൂർത്തിയാകും. ജനസാന്ദ്രത കണക്കിലെടുത്ത് മലയോര ഹൈവേ, തീരദേശ ഹൈവേ, 6 വരി ദേശീയപാത എന്നിവയാണ് സർക്കാർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. അതിനായി 5580 കോടി രൂപ കിഫ്ബി വഴി കണ്ടെത്തി. 6 വരി പാത 2025ഓടെ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസിന രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുതിയ റോഡിലൂടെ തുറന്ന ജീപ്പിൽ മന്ത്രിമാരുടെ റോഡ് ഷോയും നടന്നു. 166 കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തി ഇതുവരെ പൂർത്തിയായി. ഏകദേശം 250 കിലോമീറ്റർ മലയോര ഹൈവേ പ്രവൃത്തി 2025 ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി എടപ്പാൾ വട്ടംകുളം കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. അധ്യാപകനും ഭാഗവതാചാര്യനുമായ അച്യുതൻ നമ്പൂതിരി ആദ്യമായാണ് ഗുരുവായൂർ മേൽശാന്തിയാകുന്നത്. 52 വയസ്സുള്ള അച്യുതൻ നമ്പൂതിരി 4ാം തവണയാണ് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷിക്കുന്നത്. 53 പേരാണ് ഇത്തവണ മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷകരായി ഉണ്ടായിരുന്നത്. ഇതിൽ 51 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടുമായി നടന്ന കൂടിക്കാഴ്ചയിൽ 44 പേർ ഹാജരായി. ഇവരിൽ നിന്ന് യോഗ്യത നേടിയ 38 പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചു. ഉച്ചപൂജയ്ക്ക് ശേഷം നമസ്കാര മണ്ഡപത്തിൽ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നറുക്കെടുത്തു. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 31-ന് അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാ ശാന്തിയായി ചുമതലയേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമാണ് തന്നെ തേടിയെത്തിയതെന്ന് ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി അച്യുതൻ നമ്പൂതിരി പറഞ്ഞു. മേൽശാന്തി തെരഞ്ഞെടുപ്പിന് ശേഷം തന്ത്രി മഠത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരി പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു. അച്ഛനോടൊപ്പം ഗുരുവായൂരപ്പനെ സേവിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛനിൽ നിന്നാണ് പൂജകൾ പഠിച്ചത്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ്. സ്കൂളിൽ നിന്ന് അവധിയെടുത്താണ് ഇനി ഗുരുവായൂരപ്പനെ സേവിക്കുക. 1996 മുതൽ ഭാഗവതാചാര്യനാണ്. സപ്താഹങ്ങൾക്കും താൽക്കാലികമായി അവധി നൽകും. ബട്ടിപ്പുത്തില്ലത്ത് പാർവതി അന്തർജനമാണ് മാതാവ്. മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നിസയാണ് ഭാര്യ. ബിരുദ വിദ്യാർത്ഥി കൃഷ്ണദത്ത് മകനാണ്. മേൽശാന്തി നറുക്ക് വീണതോടെ തന്ത്രി മഠത്തിലെത്തി വലിയ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ അനുഗ്രഹം തേടി. നിയുക്ത ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരിക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. നറുക്കെടുപ്പ് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി തന്ത്രിമഠത്തിൽ എത്തിയപ്പോഴാണ് സ്വീകരണം നൽകിയത്. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പൻ ഭക്ത സമിതിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത് നാരായണ നാമഗീത പുടവ ചാർത്തി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയ്ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, PRO ബാലൻ വാറനാട്ട് എന്നിവർ പൊന്നാടയണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. കെ രാധാകൃഷ്ണൻ MP-ക്കെതിരെയുള്ള EDയുടെ നോട്ടീസ് BJPയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. BJPയുടെ രാഷ്ട്രീയ ചട്ടുകമായി മാറിയ ED പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ വ്യക്തമാക്കി. കരുവന്നൂർ കേസിൽ ED കെട്ടിപ്പൊക്കിയ നുണക്കോട്ടയുടെ നെറുകയിൽ ഹൈക്കോടതി നൽകിയ പ്രഹരം അരവിന്ദാക്ഷൻ കേസിൽ വ്യക്തമായതാണ്. കേസന്വേഷണത്തിന് മതിയായ സമയം ലഭിച്ചിട്ടും അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ അപവാദ പ്രചരണത്തിന് വേണ്ടിയാണ്. കേന്ദ്ര ഏജൻസിയായ EDയുടെ ഇരട്ടത്താപ്പ് കൊടകര കുഴൽപ്പണ കേസിൽ വ്യക്തമായതാണെന്ന് CPM പ്രസ്താവനയിൽ പറഞ്ഞു. കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. ചിറങ്ങര പണ്ടാരത്തിൽ വീട്ടിൽ ധനേഷിന്റെ വീടിനടുത്താണ് പുലിയെത്തിയത്. ധനേഷിന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായയെ കാണാതായിട്ടുണ്ട്. വളർത്തുനായയെ വകവരുത്തിയെന്ന് കരുതുന്ന ജീവി പുലിയാണെന്ന നിഗമനത്തിൽ വനം വകുപ്പ് തുടർ നടപടികളിലേക്ക് കടന്നു. ഇതിനിടെ നാലുകെട്ടിൽ പകൽ സമയത്ത് പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. വിവരം ലഭിച്ച ഉടൻ വനപാലകർ നാലുകെട്ടിലെത്തി വരും ദിവസങ്ങളിൽ ചിറങ്ങര റെയിൽ ഗേറ്റ് പരിസരത്ത് നിരീക്ഷണം നടത്തുമെന്ന് അതിരപ്പിള്ളി റേഞ്ച് ഓഫീസർ അറിയിച്ചു. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യത്തിൽ നിന്നാണ് എത്തിയത് പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ അനുമാനിക്കുന്നത്. എന്നാൽ വീടിന്റെ പരിസരത്ത് വിശദമായി പരിശോധിച്ചെങ്കിലും പുലിയുടെ സാന്നിധ്യം വ്യക്തമായിട്ടില്ല. കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ആറാട്ടുപുഴ പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഏപ്രിൽ 9-ന് ആഘോഷിക്കുന്ന പൂരം അതിന്റെ എല്ലാ വിധത്തിലുമുള്ള സുഗമമായ സംവിധാനങ്ങളോടുകൂടി നടത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് മന്ത്രി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ഘടകപൂരങ്ങൾ വരുന്ന വഴികളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകളും വൈദ്യുതി ക്രമീകരണങ്ങളും ഒരുക്കുന്നതിനായി KSEBയെ ചുമതലപ്പെടുത്തി. ആറാട്ട് നടക്കുന്ന ഭാഗം ഉൾപ്പെടെ മന്ദാരം കടവ് ഭാഗത്തെ പുഴയിലെ ചെളി നീക്കം ചെയ്ത് ജലനിരപ്പ് നിയന്ത്രിച്ച് നിർത്തുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഒളകര ഉന്നതിയിലുള്ളവർക്ക് നൽകുന്നതിനായി റെക്കോർഡ് ഓഫ് റൈറ്റ്സ് തയ്യാറായി. സർവേ നടപടികൾ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു.
ഒളകര ഉന്നതിയിലെ 44 കുടുംബങ്ങളുടെ പേരിൽ 1.5 ഏക്കർ വീതം ആകെ 66 ഏക്കർ ഭൂമിയുടെ വനാവകാശ രേഖ വിതരണത്തിന് തയ്യാറായതായും പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് സർവേ നടപടികൾ പൂർത്തീകരിച്ച് ഓരോ പ്ലോട്ടും തിരിച്ച് സർവേ കല്ലുകൾ സ്ഥാപിച്ചതായും ജില്ലാ കളക്ടർ പറഞ്ഞു. മാർച്ച് 22-ന് ഉന്നതിയിലുള്ളവർക്കുള്ള വനാവകാശ രേഖ റവന്യൂ, പട്ടികജാതി പട്ടികവർഗ, വനം വകുപ്പ് മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്യും. മറ്റുള്ളവർക്ക് വോട്ട് കുത്തിക്കൊടുക്കുന്ന യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം കൊടകര യൂണിയൻ സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബാക്കിയുള്ളവർക്ക് വോട്ട് കുത്തിക്കൊടുക്കാനുള്ള യന്ത്രങ്ങളായി ഈഴവ സമുദായം മാറിയപ്പോൾ കേരളത്തിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് ഈഴവനിടതില്ല. ഈഴവനെല്ലാം തൊഴിലുറപ്പിലാണ്. ഈഴവന്റെ വീട്ടിലെ അവരുടെ ഭാര്യ മക്കളൊക്കെ ആയിരിക്കും തൊഴിലുറപ്പിൽ. ജനിച്ചൊരുങ്ങി ജീവിക്കാൻ രാഷ്ട്രീയ അധികാരം അനിവാര്യമാണ്. ഈഴവന്റെ ഭാര്യയും മക്കളുമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളിൽ കൂടുതൽ. ഈ സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ ഈഴവർക്ക് രാഷ്ട്രീയ അധികാരം കൈവരണം. സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ സാമൂഹിക നീതി നേടാനാവൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PK സുഗതൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അശ്വനിദേവ് തന്ത്രി, യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, അനൂപ് K ദിനേശൻ, നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, NB മോഹനൻ, സുമ ഷാജി, AB വിശ്വംഭരൻ തന്ത്രി തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ അമൽ C രാജൻ, JRF അവാർഡ് നേടിയ NB ലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ വെള്ളാപ്പള്ളി നടേശൻ ആദരിച്ചു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ K സതീഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വീട്ടമ്മയ്ക്കെതിരെ വ്യാജ ലഹരി കേസ് ചുമത്താൻ കാരണമായ സാഹചര്യവും മുഖ്യപ്രതി നാരായണദാസുമായുള്ള ബന്ധവും സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അതേസമയം കേസിൽ ആരോപണ വിധേയനായ ലിവിയ ദുബായിലേക്ക് കടന്നതായി പറയുന്നു. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയാണ് ലിവിയ. ഷീല സണ്ണിയുടെ മകൻ സംഗീതും ഒളിവിലാണ്. നരേന്ദ്രമോദി ഗവേഷണങ്ങൾക്ക് വൻ പ്രാധാന്യമാണ് നൽകുന്നതെന്നും കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചതിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇന്ത്യയ്ക്കായെന്നും മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പുതിയതായി ആരംഭിച്ച അമല ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റിസർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷണ രംഗത്ത് ഇന്ത്യയ്ക്കാകമാനം അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. എല്ലാ വൈദ്യശാസ്ത്ര മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്നതിലൂടെ അമല ഗവേഷണ രംഗത്തും ചികിത്സാ രംഗത്തും വൻ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേവമാതാ വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ഡേവി കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പ്രിൻസിപ്പാൾ ഡോക്ടർ ബെറ്റ്സി തോമസ്, റിസർച്ച് ഡയറക്ടർ ഡോക്ടർ V രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വാട്സപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് 66,000 രൂപ നഷ്ടപ്പെട്ടു. ലോകമലേശ്വരം ഉഴുവത്തുകടവ് സ്വദേശി പാറയിൽ ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്. ശനിയാഴ്ച രാവിലെയാണ് ഷാഹുൽ ഹമീദിന്റെ ഫോണിലേക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാട്സപ്പ് സന്ദേശം വന്നത്. തനിക്ക് അക്കൌണ്ടുള്ള ബാങ്കിൽ നിന്നുമുള്ളതാണെന്ന് കരുതി ഷാഹുൽ ഹമീദ് സന്ദേശം തുറന്നു നോക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഇയാളുടെ അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു. തട്ടിപ്പിനിരയായതായി മനസ്സിലായതോടെ സൈബർ പോലീസിലും കൊടുങ്ങല്ലൂർ പോലീസിലും ഷാഹുൽ ഹമീദ് പരാതി നൽകി. അതിരപ്പിള്ളിയിൽ ജോലിക്കിടെ പരിയാരം സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. കോടശ്ശേരി ചെറുപ്പിനാട്ട് കൊച്ചുവിന്റെ മകൻ റിജിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം. അതിരപ്പിള്ളി ജംഗ്ഷനിൽ സ്വകാര്യ റിസോർട്ടിലേക്കുള്ള വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിനിടെ പോസ്റ്റിൽ കയറിയപ്പോഴായിരുന്നു അപകടം. ഷോക്കടിച്ച ഇയാൾ തെറിച്ച് താഴെ വീണു. ഉടനെ വാഹനത്തിൽ കയറ്റി ചാലക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പത്തനംതിട്ട റാന്നി സ്വദേശിയായ റിജി 10 വർഷമായി ചൂളക്കടവിലാണ് താമസം. തൃശൂർ കോർപ്പറേഷനും ആൽഫ പാലിയേറ്റീവ് കെയറും സംയുക്തമായി ശക്തൻ നഗറിൽ ഒരുക്കുന്ന ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. തൃശൂരിന്റെ വികസന ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പദ്ധതിക്കാണ് തറക്കല്ലിട്ടിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ വർഗീസ് കണ്ടംകുളത്തി, സാറാമ റോബ്സൺ, സിന്ധു ആൻഡോ ചാക്കോള, സജിത ഷിബു, സെക്രട്ടറി VP ഷിബു, ആൽഫ പാലിയേറ്റീവ് കെയർ ട്രസ്റ്റി രവി കണ്ണമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു.
തളിക്കുളം ഇടശ്ശേരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. ഇടശ്ശേരി പുതിയ വീട്ടിൽ മജീദിന്റെ ഭാര്യ 64 വയസ്സുള്ള ഋഷീദയാണ് മരിച്ചത്. ഭർത്താവ് മജീദിന് ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഉടൻ തന്നെ ഇവരെ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ കൊച്ചിൻ പാലം ഇനി ഓർമ്മയാകുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊച്ചിൻ പാലം പൊളിച്ചുമാറ്റാനുള്ള ഉത്തരവ് ഉടനിറങ്ങും. പാലം തകർന്നു കിടക്കുന്നതിനെപ്പറ്റി MLA P. മമ്മിക്കുട്ടി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിരുന്നു. ഇതോടെയാണ് പാലം പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിനായി PWD പാലം വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘത്തിന്റെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും. പൊളിച്ചുമാറ്റുന്നത് ഏത് രീതിയിലാണെന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് കൈമാറുക എന്ന് P. മമ്മിക്കുട്ടി MLAയുടെ ഓഫീസ് അറിയിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കൊച്ചി മഹാരാജാവ് രാമവർമ്മയുടെ ആഗ്രഹപ്രകാരം തിരുകൊച്ചിയെയും മലബാറിനെയും ബന്ധിപ്പിക്കുന്ന കൊച്ചിൻ പാലം നിർമ്മിച്ചത്. 2011 പഴയ പാലത്തിന്റെ സ്പാനുകൾ നിലം പൊത്തിയത്. പ്രളയകാലത്തായിരുന്നു കൂടുതൽ സ്പാനുകൾ പൊളിഞ്ഞു വീണത്. ഇതോടെ പാലത്തിലേക്കുള്ള പ്രവേശനമുൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പ് നിയന്ത്രിച്ചു. അതേസമയം പാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പഴയ പാലം നിലനിർത്താനാവില്ലെന്നായിരുന്നു PWDയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പൊളിച്ചുമാറ്റാനും തീരുമാനമെടുത്തിരുന്നു. ഇത് ഏത് രീതിയിൽ പൊളിച്ചുമാറ്റണമെന്നതായിരുന്നു ആശങ്ക. സുരക്ഷിതമായും പുഴയ്ക്ക് ആഘാതമേൽപ്പിക്കാതെയും പൊളിച്ചുമാറ്റാനുള്ള നടപടിയാണ് PWD എടുക്കുക. 1800കളിൽ പാലം നിർമ്മിച്ചതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ആദ്യകാലത്ത് പാലത്തിന് മുകളിലൂടെ തീവണ്ടിയും റോഡ് ഗതാഗതവുമുണ്ടായിരുന്നു. പിന്നീടാണ് തീവണ്ടിക്കായി പാലം നിർമ്മിച്ചത്. പാലം പൊളിച്ചുമാറ്റുന്നതോടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രശേഷിപ്പ് തന്നെ ഇല്ലാതാകുമെന്ന് ഉറപ്പായി. TCV ന്യൂസ്, ചെറുതുരുത്തി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തൃശൂർ TCV ഓഫീസ് സന്ദർശിച്ചു. TCV സബ് കമ്മിറ്റി ചെയർമാൻ CA ബൈജു, ഡയറക്ടർ ജേക്കബ് ജെറോം എന്നിവർ ചേർന്ന് ജസ്റ്റിൻ ജേക്കബിനെ സ്വീകരിച്ചു. TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത്, ന്യൂസ് എഡിറ്റർ ഫിന്നി ലൂയിസ്, BJP മീഡിയ ഇൻചാർജ് മോഹനചന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂരിന്റെ ജില്ലാ ചാനലായ TCV മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം TCV വലിയ തോതിൽ ഗ്രാമങ്ങളിൽ നെറ്റ്വർക്കുള്ള ഒരു സംവിധാനമാണ്. ജില്ലയുടെ സ്വന്തം ചാനലാണ് TCV. വലിയ രീതിയിൽ ഉന്നതങ്ങളിലെത്താൻ TCVക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും TCVയുടെ പ്രവർത്തനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായും ജനകീയ വിഷയങ്ങളിലെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. ഈ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൊരട്ടിയിൽ നിന്ന് ഹാഷിഷ് ഓയിലുമായി കണ്ണൂർ സ്വദേശി പിടിയിൽ. പുലിക്കുറുമ്പ സ്വദേശി മാന്തോട്ടത്തിൽ വീട്ടിൽ ജെറിയെയാണ് കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ലഹരിക്കാരെ ഒതുക്കാൻ പൂപ്പത്തി ഗ്രാമം ഒരുങ്ങുന്നു. വിമുക്തി എന്ന പേരിലുണ്ടായിരുന്ന കൂട്ടായ്മയാണ് വീണ്ടും സജീവമാകുന്നത്. വിമുക്തി കൂട്ടായ്മയുടെ പ്രാഥമിക യോഗം ഗ്രാമീണ വായനശാലയിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. കൂട്ടായ്മയിലെ പൊതുപ്രവർത്തകർ ലഹരിക്കാരെ തുരത്താൻ രാത്രി നടത്തം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ആലോചിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഈ മാസം അവസാനം സ്ത്രീകളുടെ പൊതുയോഗം നടത്തും. ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാനാണ് കൂട്ടായ്മ സജ്ജമാക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ, വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ കൂട്ടായ്മകൾ, വായനശാല പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. കൂട്ടായ്മ പ്രവർത്തകർ വ്യത്യസ്ത സമയങ്ങളിൽ ഓരോ വഴിയിലൂടെയും രാത്രി നടക്കാനാണ് തീരുമാനം. രാത്രിയുടെ മറവിൽ ലഹരി എത്തിക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താനും പോലീസിന്റെ സഹായത്തോടെ നിയമ നടപടികൾ സ്വീകരിക്കാനും കൂട്ടായ്മ രംഗത്തിറങ്ങുകയാണ്. ലഹരിക്കെതിരെയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ ശക്തിപ്പെടുന്നതോടെ പൂപ്പത്തി ഗ്രാമം വേറിട്ട പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഞ്ചാവ്, മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഇത്തരം വിപത്തിനെ നേരിടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജനകീയ കൂട്ടായ്മയിലൂടെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമുക്ക് ഏവർക്കും തടയാൻ കഴിയും.
ഒരു നല്ല ലഹരിമുക്ത സമൂഹത്തിനായി നമുക്ക് ഏവർക്കും കൈകോർത്ത് മുന്നോട്ട് പോകാം. പൂപ്പത്തിയിൽ ഇപ്പോഴും ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പരസ്യമായി വിൽപ്പന നടക്കുന്നുണ്ട്. ഇവയെല്ലാം അവസാനിപ്പിച്ച് തുടക്കം കുറിക്കാനാണ് തീരുമാനം. സ്ത്രീകൾക്കൊപ്പം യുവസമൂഹവും ലഹരിക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്നാണ് കൂട്ടായ്മ പ്രതീക്ഷിക്കുന്നത്. ലഹരി വിൽപ്പനക്കാരെയും ഉപയോഗിക്കുന്നവരെയും ഒറ്റയ്ക്ക് ചെറുക്കാൻ ശ്രമിക്കാതെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പടികടത്താനാണ് ശ്രമം. പുറത്തുനിന്നെത്തുന്ന രാസലഹരി മാഫിയകളെ പൂപ്പത്തിക്ക് പുറത്താക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. TCV ന്യൂസ്, മാള. കേരളത്തിലെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വലിയ വിപത്തായി ലഹരി ഉപയോഗം മാറിയെന്ന മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ. രാസലഹരികളുടെ വർദ്ധിച്ച ഉപയോഗം മൂലം കുടുംബാംഗങ്ങളുടെ കൊലപാതകങ്ങളിലേക്ക് പോലും എത്തിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മുടെ തലമുറയെ ആകമാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആകമാനം ഒരു സമനില തെറ്റിയ നിലയിലാണ് നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവന്നെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് കുടുംബത്തിൽ പെരുമാറേണ്ടത് എന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. അക്രമം നടത്തിയാണ് അമ്മയെ മർദ്ദിക്കുന്നു, സഹോദരങ്ങളെ മർദ്ദിക്കുന്നു, അച്ഛനെ മർദ്ദിക്കുന്നു. ഇതിനെതിരെ ഒരു സമൂഹം ഒന്നാകെ ഉണരേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റുകൾ വലിയ നിലയിലുള്ള ഗൗരവം പാലിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റായാലും സംസ്ഥാന ഗവൺമെൻറ്റായാലും ഒക്കെ തന്നെ ഇതിനകത്ത് വേണ്ടത്ര ഗൗരവം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ലഹരി വിമുക്ത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മയക്കുമരുന്ന് വിമുക്ത ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് കൈകോർക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. സംസ്ഥാനത്ത് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്കിടെ പിടിച്ചെടുത്തത് 1,09,00,000 രൂപയുടെ ലഹരി വസ്തുക്കൾ. 554 മയക്കുമരുന്ന് കേസ് എക്സൈസ് രജിസ്റ്റർ ചെയ്തു. കേസുകളിൽ 570 പേർ പ്രതികളാണ്. 3,568 റെയ്ഡുകളും 33,709 വാഹന പരിശോധനയും നടന്നു. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സേനകളുമായി ചേർന്നുള്ള 50 സംയുക്ത പരിശോധനകളും നടന്നു. സംയുക്ത പരിശോധനയിൽ 555 പേരെ പിടികൂടുകയും മയക്കുമരുന്ന് കടത്തിയ 27 വാഹനങ്ങളും പിടിച്ചെടുത്തു. പരിശോധനയിൽ 64.46 ഗ്രാം MDMA, 25.84 ഗ്രാം മെത്താഫിറ്റമിൻ, 39.56 ഗ്രാം ഹെറോയിൻ, 14.5 ഗ്രാം ബ്രൌൺ ഷുഗർ, 12.82 ഗ്രാം നൈട്രോസെഫാം ഗുളികകൾ എന്നിവ പിടികൂടി. 113.63 കിലോ കഞ്ചാവ്, 14.8 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, 9.8 ഗ്രാം കഞ്ചാവ് കലർത്തിയ ബാങ്, 29.7 ഹാഷിഷ് ഓയിൽ, 20 ഗ്രാം ചരസ് എന്നിവയും പിടിച്ചെടുത്തു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ 450 അബ്കാരി കേസുകളും 2028 പുകയില കേസുകളും പിടിച്ചിട്ടുണ്ട്. 10,430 ലിറ്റർ സ്പിരിറ്റ്, 931.64 ലിറ്റർ അനധികൃത വിദേശമദ്യം, 3,048 ലിറ്റർ വാഷ്, 82 ലിറ്റർ ചാരായം, 289.66 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയും എക്സൈസ് പിടികൂടി. ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കയ്പമംഗലത്ത് 1.5 കിലോയോളം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. ബീഹാർ സ്വദേശികളായ ബാസിഹ, ഷെയ്ഖ് നയീം, മുഹമ്മദ് ഗൌരാഖ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇവർ താമസിച്ചിരുന്ന പെരിമംഗലത്ത് നിന്നുള്ള വീട്ടിൽ നിന്ന് 1.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. ചെറിയ പാക്കുകളിലായി വിതരണത്തിന് തയ്യാറാക്കിയ നിലകളിലായിരുന്നു കഞ്ചാവ്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, KS അനന്തു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഏത് വിഷയത്തെക്കുറിച്ച് ആര് സംസാരിച്ചാലും അത് എത്ര ഗൌരവമുള്ള വിഷയമാണെങ്കിലും അത് കേൾക്കുവാൻ പുതിയ തലമുറ ലഭ്യമല്ലെന്നുള്ളത് ദുഃഖകരമായ അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് അക്കാദമിക് രംഗത്തെ പ്രമുഖനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ KM സീതി പറഞ്ഞു. ബിഷപ്പ് ഡോക്ടർ പൌലോസ് മാർ പൌലോസ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ട്രംപിന്റെ 2ാം വരവും ലോകരാഷ്ട്രവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലം കൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കേരള യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ B. ഇക്ബാൽ പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി ബിഷപ്പ് ഡോക്ടർ യോഹന്നാൻ മാർ മിലിത്തിയോസ്, മാർ ഔഗിൻ കുര്യാക്കോസ് മിത്രാപ്പോലിത്ത, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ അതിപ്രധാനമായ ഉത്സവബലി തിങ്കളാഴ്ച നടക്കും. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ പാണികൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. 11 മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലി തൂവുന്ന സമയത്താണ് ഉത്സവബലി ദർശനം. 30 കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിനെത്തുമെന്നാണ് സങ്കല്പം. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവബലി ചടങ്ങുകൾ നിർവഹിക്കുക. ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചിരിക്കും. ഉത്സവബലി കണ്ടു തൊഴുന്നത് ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം. ഉത്സവബലി തൊഴാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഗുരുവായൂരപ്പ ഭക്തരെത്തും. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. നാശത്തിന്റെ വക്കിലെത്തിയ കാണിച്ചാന്തുറയിലെ ഓക്സ്ബോ ശുദ്ധജലത്തിന്റെ സമൃദ്ധിയിലേക്ക്. കടുത്ത വേനൽ മുന്നിൽ കണ്ടാണ് കാടുകുറ്റി പഞ്ചായത്ത് പരിധിയിലുള്ള ഈ ജലാശയം നവീകരിച്ചത്. ഓക്സ്ബോ തടാക നവീകരണത്തിന് ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയെങ്കിലും പണം ലഭ്യമാകാത്തതിനാലാണ് താൽക്കാലികമായി നവീകരണം നടത്തിയത്. ഓക്സ്ബോ തടാകം പൂർണ്ണമായി നവീകരിച്ചാൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കഴിയും. ഏറ്റവും വലിയ ജലാശയമായ കണിച്ചാന്തുറ നവീകരിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ആശ്വാസത്തിന് വക നൽകുന്ന ഒന്നാണ്. ഒട്ടേറെ ജലസേചന പദ്ധതികൾക്ക് സാധ്യതയുള്ള ഈ തടാകം ഇതോടൊപ്പം തന്നെ പ്രാദേശികമായ ഗ്രാമീണ ടൂറിസം മേഖലയ്ക്കും വലിയ സംഭാവന നൽകും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും ഏകദേശം അരനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. ചാലക്കുടി പുഴയുടെ ഭാഗമായ ഓക്സ്ബോയുടെ താൽക്കാലിക നവീകരണം മാത്രമാണ് നടന്നിട്ടുള്ളത്. പഞ്ചായത്തിന്റെ 2 ലക്ഷം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 8 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരണം നടത്തിയത്. പുഴയിൽ നിന്ന് കാടുകുറ്റി പഞ്ചായത്ത് പരിധിയിൽ മാത്രമാണ് നവീകരണം നടത്തിയിട്ടുള്ളത്. പുഴയുടെ ഭാഗമായി കാളയുടെ മുതുകുപോലെ ഒഴുകുന്ന ഓക്സ്ബോ തടാകം നവീകരിക്കുന്നത് ഏറെ കാലമായുള്ള ആവശ്യമായിരുന്നു. മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയതിനാൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിരുന്നു. പ്രദേശത്തെ കുടിവെള്ളത്തിനും ജലസേചനത്തിനും ആശ്രയിക്കുന്നത് ഈ തടാകത്തിലെ വെള്ളത്തിനെയാണ്. വെണ്ണൂർ തുറ പദ്ധതി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചെങ്കിലും നബാർഡ് കൈയൊഴിഞ്ഞതോടെ ഉപേക്ഷിക്കേണ്ടി വന്നു. 50 കോടി രൂപയുടെ പദ്ധതിയിൽ പ്രാരംഭ നടപടികൾക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ചിരുന്നു. വലിയ പ്രതീക്ഷ നൽകിയ പദ്ധതിയാണ് തുടക്കത്തിൽ തന്നെ അവതാളത്തിലായത്. കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് അവതാളത്തിലായത്. ത്രിതല പഞ്ചായത്തുകളും നബാർഡും ചേർന്നാണ് ഫണ്ട് ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് പദ്ധതിയുടെ ഒരു ഭാഗമായ ഓക്സ്ബോ നവീകരിക്കാൻ പഞ്ചായത്ത് നടപടിയെടുത്തത്. TCV ന്യൂസ്, മാള. നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സ്വാമി ആദിത്യ സ്വരൂപാനന്ദ മഹാരാജ്, സെയ്ദ് ഷബീൽ ഐദ്രുസി തങ്ങൾ, ചലച്ചിത്ര താരം സുനിൽ സുഗത തുടങ്ങിയവർ പങ്കെടുത്തു. ആളൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി സഹോദരങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആളൂർ കച്ചേരിപ്പടി സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. ആളൂർ വട്ടപ്പറമ്പിൽ അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ അതിക്രമിച്ചു കയറി അമീഷിന്റെ കഴുത്തിനു നേരെ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു. അമീഷിന്റെ ചേട്ടൻ തടഞ്ഞപ്പോൾ ഇടതുകൈയിലെ വിരലുകൾ അറ്റുപോവുകയും അമീഷിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KM ബിനീഷ്, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം സ്റ്റേറ്റ് കോൺ 25 തൃശൂരിൽ നടന്നു. ചാക്കോളാസ് പവലിയനിൽ നടന്ന സ്റ്റേറ്റ് കോൺ 25 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയും അദ്ദേഹം അറിയിച്ചു. അസോസിയേഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ BAI സ്റ്റോറിന്റെ ഉദ്ഘാടനം ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് K വിശ്വനാഥൻ നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ സുരേഷ് പൊറ്റേക്കാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് ആർ ശിവകുമാർ, സംസ്ഥാന സെക്രട്ടറി മിജോയി മാമു, തൃശൂർ സെന്റർ ചെയർമാൻ കെ ജോയി, സെക്രട്ടറി PG വിൽസൺ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറുകളിൽ ഇന്ത്യയിലെ നിർമ്മാണ, ബാങ്കിംഗ്, നിയമ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ തകർന്ന വെള്ളാർമല, മുണ്ടക്കൈ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പുനരധിവാസ പദ്ധതികൾ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സൗജന്യമായിട്ടാണ് നടപ്പാക്കുന്നത്. 12 ക്ലാസ് റൂമുകളും 3 ടോയ്ലറ്റ് ബ്ലോക്കുകളുമാണ് സംഘടന സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് 150 വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ കെട്ടിടങ്ങളും നിർമ്മിച്ചു നൽകും. 4 കോടിയോളം രൂപ വരുന്ന പദ്ധതിയുടെ 1ാം ഘട്ടം ഈ സാമ്പത്തിക വർഷം പൂർത്തിയാക്കും. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ മുറിച്ചിട്ടിരുന്ന മരത്തടികൾക്ക് തീപിടിച്ചു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അഗ്നിശമന സേന അംഗങ്ങളെത്തി തീയണച്ചത്. ചെറുതുരുത്തിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 2 യുവാക്കളെ പോലീസ് പിടികൂടി. ദേശമംഗലം കൊണ്ടയൂർ സ്വദേശികളായ ഉണ്ണിയാറ്റിൽപ്പടി വീട്ടിൽ ഷിബു, കിഴപ്പാടത്തൊടി വീട്ടിൽ സന്ദീപ് എന്നിവരെയാണ് പിടികൂടിയത്. ആറങ്ങോട്ടുകരയ്ക്ക് സമീപം റോഡരികിലിരുന്ന് കഞ്ചാവ് ബീഡി വലിക്കുകയായിരുന്ന ഇവർ പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയായിരുന്നു. SI AR നിഖിലിന്റെ നേതൃത്വത്തിലാണ് യുവാക്കളെ പിടികൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8220 രൂപ, പവന് 65,760 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപകമാകുന്നതിന്റെ പ്രധാന ഉത്തരവാദി SFI ആണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. SFIക്ക് മുഖ്യമന്ത്രി നൽകുന്നത് പൂർണ്ണ പിന്തുണ. ലഹരി വ്യാപനം അവസാനിപ്പിക്കണമെങ്കിൽ SFIയെ പിരിച്ചുവിടണമെന്നും ചെന്നിത്തല. മലയോര ഹൈവേ പട്ടിക്കാട് വിലങ്ങന്നൂർ റീച്ച് നാടിന് സമർപ്പിച്ചു. നാടിന്റെ ചിത്രം മാറ്റുന്ന പദ്ധതികളാണ് സർക്കാരിന്റെ മുന്നിലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലപ്പുറം സ്വദേശി അച്യുതൻ നമ്പൂതിരി പുതിയ ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തി. പൂർവികരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമാണ് തന്നെ തേടിയെത്തിയതെന്ന് നിയുക്ത മേൽശാന്തി അച്യുതൻ നമ്പൂതിരി. കെ രാധാകൃഷ്ണൻ MP-ക്കെതിരെയുള്ള EDയുടെ നോട്ടീസ് BJPയുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് CPM. EDയുടെ നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും CPM. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്കിടെ സംസ്ഥാനത്ത് പിടിച്ചെടുത്തത് 1,09,00,000 രൂപയുടെ ലഹരി വസ്തുക്കൾ. 1.5 കിലോയോളം കഞ്ചാവുമായി കയ്പമംഗലത്ത് ബീഹാർ സ്വദേശികൾ പിടിയിൽ. കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. പ്രദേശവാസി ധനേഷിന്റെ വളർത്തുനായെ പുലി പിടിച്ചതായി സംശയം. സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.